കിലോമീറ്റർ 92,000 അങ്ങനെ ഓടിയിട്ടുള്ളൂ. 92,000 കിലോമീറ്റർ. ക്ലെയിം എന്തെങ്കിലും ഉണ്ടോ? ക്ലെയിമോ കാര്യം? റീപ്ലേസ്മെന്റും ഇല്ല, ക്ലെയിം ഒന്നും ചെയ്തിട്ടില്ല. അത് ഹിസ്റ്ററിയിൽ മാത്രമല്ല ഫിസിക്കലിയും ചെക്ക് ചെയ്താണ്, ഹിസ്റ്ററിയിൽ ഒന്നുമില്ല, രണ്ടുമില്ല. എല്ലാം കമ്പനി വന്ന സ്റ്റൈലാണ്. എല്ലാ 10,000 കറക്റ്റ് സർവീസ് ഉണ്ട്. ഇത് 2017 മോഡലാണ്. വെറും 37 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. സിംഗിൾ ഓണർഷിപ്പിലാണ് വാഹനം കിടക്കുന്നത്. വളരെ ലോ കിലോമീറ്റർ ആണ്. ഇന്ന് വന്ന വണ്ടി കേട്ടോ, പുതിയ വണ്ടിയാണ്. ഫാമിലി പർപ്പസിന് ഉപയോഗിക്കാം, അല്ലാണ്ട് കൊമേഴ്ഷ്യൽ AC വരുന്നുണ്ട്. എന്തായാലും ഇത് 2014 മോഡലാണ്, സിംഗിൾ ഓണർഷിപ്പിലുള്ളത്. ഓക്കെ. ഓട്ടം എത്ര പോയി? ഓട്ടം 85 ഓടി. 85 ആണോ അതോ 110 ആണോ? 85 85 85,000 തന്നെ ഓടിയ വണ്ടി. 2014 മോഡൽ. എല്ലാവർക്കും നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നിങ്ങളൊരു പുതിയ ഷോറൂം പരിചയപ്പെടുത്താൻ വന്നിരിക്കുകയാണ്. GM കാസ്, കണ്ണൂർ തളിപ്പറമ്പാണ് ലൊക്കേഷൻ വരുന്നത്. അബ്ദുള്ള ഭായി നമ്മുടെ കൂടെ ഉണ്ട്, സ്വാഗതം. അപ്പോൾ മൂപ്പരെ അറിയാലോ, 2 ദിവസം മുന്നേ മറ്റേ ATC കാസിൻ്റെ വീഡിയോയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. കണ്ണൂർ ഇവർക്ക് 2 ഷോറൂമാണ്, 2 സ്ഥലത്തായിട്ടാണുള്ളത്. ഒന്ന് പയ്യന്നൂരിൻ്റെ അടുത്ത് പിലാത്തറയുള്ള ATC കാസും, ഒന്ന് തളിപ്പറമ്പ് GM കാസും അല്ലേ? മന്നയിലുള്ള തളിപ്പറമ്പ് അടുത്ത് മന്ന ഉള്ള GM കാസ്. എന്താ പറയാ, അവിടുത്തെ പോലെ തന്നെ സ്റ്റോക്കുകളാണ് ഇവിടെ? ഇവിടെയും എല്ലാ വണ്ടികളും ഉണ്ട്, ചെറുതുണ്ട് വലുതുണ്ട്, മിക്സ് ആണ്. ഓക്കെ. പ്രൈസിങ് എങ്ങനെ? നമ്മള് ഇവിടെ കുറച്ച് കൊടുക്കാൻ പറ്റുമോ? മാക്സിമം റേറ്റ് ഇതാക്കി കൊടുക്കാൻ പറ്റും. നല്ല വണ്ടികളൊക്കെ ഉള്ളത്. എന്തായാലും വണ്ടികളൊക്കെ ചെക്ക് ചെയ്തിട്ട് എടുക്കുന്നതാണ്, ഫിസിക്കലി ചെക്ക് ചെയ്തിട്ട് തന്നെ എടുക്കുന്നതാണ്. കമ്പനി ഹിസ്റ്ററി മാത്രം നോക്കിയിട്ട് എടുക്കുന്നതല്ല, ഫിസിക്കലി ചെക്ക് ചെയ്തിട്ട് എടുക്കുന്ന വണ്ടികളാണ്. ഉറപ്പിച്ച് പറയാലോ? ഉറപ്പിച്ച് പറയാം, എല്ലാം. അപ്പോൾ ടോട്ടൽ ലോസ് ഒക്കെ ഉണ്ടെങ്കിലും മനസ്സിലാവും അല്ലേ? ഏകദേശം നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. പിന്നെ പറ്റുമെങ്കിൽ ഇൻഷുറൻസ് ഹിസ്റ്ററി കൂടി ചെക്ക് ചെയ്യുക. നിങ്ങൾ ഏത് ഷോറൂമിൽ നിന്ന് വണ്ടി എടുത്താലും നിങ്ങളെ സൈഡിൽ നിന്നും കൂടി ഇൻഷുറൻസ് ചെക്ക് ചെയ്യുക, എല്ലാം ചെക്ക് ചെയ്യുക, എവിടെ നിന്നായാലും. ഓക്കെ, ആരും പറയുന്ന കേട്ടിട്ട് പോയി എടുക്കാൻ നിൽക്കണ്ട, എന്തായിട്ട് ഒന്നും കൂടി നോക്കിയിട്ട് എടുക്കാം. ഓക്കെ. അപ്പോൾ ബാക്കി വിശേഷങ്ങൾ നമുക്ക് വീഡിയോയിൽ കാണാം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടിക്കോ. വീഡിയോ റൈറ്റ് ഓഫ് കോർണറിൽ നമ്പർ കൊടുക്കുന്നുണ്ട്. നമ്മൾ കുറച്ച് ലേറ്റായി പോയി ഈടാവാൻ തുടങ്ങി അല്ലേ? വീഡിയോയിലേക്ക് പോകാം. ഓക്കെ. ഇവിടെ മൊത്തത്തിൽ കുറച്ച് കൺജസ്റ്റഡ് ആണ്, കുറേ വണ്ടികളുണ്ട്. ഓക്കെ. അപ്പോൾ ആദ്യ വാഹനം ഹ്യുണ്ടൈ വെന്യൂ ആണ്. ഇതെങ്ങനെ ഡീറ്റെയിൽ? ഇത് 2019 വണ്ടിയാണ്. ആകെ 17,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഓ, ലോ കിലോമീറ്റർ ആണ്. കമ്പനി സർവീസ് ഒക്കെ ഉണ്ട്. DCT ഓട്ടോമാറ്റിക് ആണ്. ഓക്കെ. പെർഫോമൻസ് ഉണ്ടാവും. ആ കൊടുക്കുന്ന പവറൊക്കെ നമുക്ക് ഡ്രൈവിൽ കിട്ടും അല്ലേ? ഓക്കെ. 1 ലിറ്റർ ടർബോ ആണ്. ഒരു മൈലേജ് ഓട്ടോമാറ്റിക് കൂടി ആകുമ്പോൾ ഒരു 10 to 13 വരെയൊക്കെ കണ്ടാൽ മതി. ആ റേഞ്ച് മൈലേജ് കണ്ടാൽ മതി. ക്ലെയിമോ കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല, റീപ്ലേസ്മെന്റ് ഒന്നുമില്ല, എല്ലാം ക്ലിയർ ആണ്. സിംഗിൾ ഓണർഷിപ്പിലുള്ളത്. ഏതാ ഓപ്ഷൻ ഏതാ വരുന്നത്? നമ്മളെ ബേസ് മോഡൽ ബേസ് ആണ്. ഓക്കെ. AC പവർ സ്റ്റിയറിംഗ്, 4 ഡോർ പവർ വിൻഡോ, സെൻട്രൽ ലോക്ക്, സ്റ്റീരിയോ വരും അല്ലേ? ഓക്കെ. എത്രയാ ചോദ്യം? എത്രയാ ഇത്? നമുക്ക് ഒരു 690 കൊടുക്കാം. ഫൈനലാക്കിയിട്ടാ? 690. 6,90,000 രൂപയ്ക്ക് DCT ഓട്ടോമാറ്റിക് വെന്യൂ 2019 മോഡൽ 17,000 കിലോമീറ്റർ ഓടിയ സിംഗിൾ ഓണർഷിപ്പ് വണ്ടി. സിംഗിൾ ഓണർഷിപ്പ് കിടക്കുന്ന വണ്ടി കൊണ്ട് ലോൺ ഒരു 6 വരെ കിട്ടും. ഫുള്ള് അല്ല. അടുത്ത വണ്ടി അടുത്തതാ ബ്രസ KL 14 വണ്ടി. ഇതെങ്ങനെ ഡീറ്റെയിൽ? ഇത് 2022 വണ്ടിയാണ്. വെറും 24,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഫുൾ ഓപ്ഷൻ വണ്ടി. ZXi പ്ലസിൽ ഓട്ടോമാറ്റിക് വണ്ടി. ഓട്ടോമാറ്റിക് AMT അല്ലേ ഇതിൽ വരുന്നത്? അതെ അല്ലേ? ഓക്കെ. MT ഗിയർ ബോക്സ് തന്നെയാണ്. ഓട്ടോമാറ്റിക് ZXi പ്ലസ് 2022 കിലോമീറ്റർ 20,000 കിലോമീറ്റർ അത്ര ഓടിയിട്ടുള്ളൂ. ലോ കിലോമീറ്റർ, വളരെ ലോ കിലോമീറ്റർ. സിംഗിൾ ഓണർഷിപ്പാ? സിംഗിൾ ഓണർഷിപ്പിലുള്ള. ക്ലെയിം ഒന്നുമില്ല. ഫിസിക്കലി ചെക്ക് ചെയ്തല്ല? എല്ലാം ചെക്ക് ചെയ്ത് ഒന്നുമില്ല. കമ്പനി ഹിസ്റ്ററി ഉണ്ട്. എത്രയാ ചോദ്യം? എത്രയാ ഇത്? നമുക്കൊരു 11,30,000 കൊടുക്കാം. 11,30,000 രൂപയ്ക്ക് 2022 വെറും 20,000 കിലോമീറ്റർ ഓടിയ ZXi പ്ലസ് ഏറ്റവും ടോപ്പ് ആൻഡ് ഓട്ടോമാറ്റിക് ബ്രസ നിങ്ങൾക്ക് കൊണ്ടുപോകും. ഓക്കെ. മാക്സിമം ലോൺ കയറും? ലോൺ ഒരു 10 ലക്ഷം 11 ലക്ഷം വരെ വരും. 11 വരെ. ഇത് കമ്പനി ഓൾറെഡി 17 ലക്ഷം വരുന്ന വണ്ടിയാണ്. 16 ലക്ഷത്തിന് മുകളിൽ വരും. ഓക്കെ. അപ്പോൾ അത്രയും ലോൺ ചാൻസ് ഉണ്ട്. അതെ. പഴയ ഷിപ്പ് ബ്രസ KL 56 കൊയിലാൻഡ് രജിസ്ട്രേഷൻ അല്ലേ? 45 നല്ല ഫാൻസി നമ്പറാണ്. ഇത് 2016-17 രജിസ്ട്രേഷനാണ്. 16 മോഡലും 17 രജിസ്ട്രേഷൻ വരുന്നുണ്ട്. ZDI ഓപ്ഷൻ. ZDI പ്ലസ് അല്ലെങ്കിൽ അല്ല, വെറും ZDI. ടോപ്പിന്റെ തൊട്ട് താഴെ ഓൾമോസ്റ്റ് പുഷ് ബട്ടൺ, അങ്ങനത്തെ അലോയ്സ്, അങ്ങനത്തെ ഫീച്ചേഴ്സ് എല്ലാം വരും. ചെറിയ എന്തോ മാറ്റങ്ങളേ ഉള്ളൂ അല്ലേ പ്ലസിലേക്ക് പോകുമ്പോൾ? എത്ര ഓട്ടം? ഇതിപ്പോ 1.8 ഓടി. 1,08,000 മേജറൊക്കെ കഴിഞ്ഞു. 1 ലക്ഷത്തിന് സർവീസ്, എല്ലാ സർവീസും കമ്പനി പക്കയുണ്ട്. 1,90,000, 80, 70 അങ്ങനെ എല്ലാം 10,000 തൊട്ട് ഇങ്ങോട്ട് എല്ലാ സർവീസും ഉണ്ട്. 1.8 ഇനിയിപ്പോൾ 1.10 സർവീസ് ചെയ്യാം. ഓക്കെ. ക്ലെയിമോ ഒന്നുമില്ലല്ലോ? ഇല്ല. ഇൻഷുറൻസ് നമ്മൾ പുതിയ എടുത്തു തരും എടുക്കുന്ന സമയത്ത്. മാനുവൽ ക്ലെയിം ഒന്നുമില്ല. ചെക്ക് ചെയ്താണ്, മാനുവലി ചെക്ക് ചെയ്താണ്, കമ്പനിയും ചെക്ക് ചെയ്താണ്. ഡീസൽ മാനുവൽ ആണ്. മൈലേജ് 18-20 റേഞ്ച് കിട്ടും. നേരത്തെ കണ്ട ഓട്ടോമാറ്റിക് ബ്രസ് ആണെങ്കിൽ അതിനൊരു 12, ഒരു 16 വരെയൊക്കെ കിട്ടും അല്ലേ? ഓക്കെ. അപ്പോൾ
ഇത് എത്ര ഇപ്പോൾ നിങ്ങളുടെ പ്രൈസ്? ഇത് നമുക്കൊരു ഫൈനൽ റേറ്റ് ഒരു 590 ആലോചിച്ചോ, കുറച്ച് 590 ഫൈനലായിട്ട് 590 നിങ്ങൾക്ക് കൊണ്ടുപോകാം. 16 മോഡൽ 17 രജിസ്ട്രേഷൻ ZDI ആണ്. അത് നമുക്ക് നെഗോസിയേഷൻ ഇല്ല നമ്മുടെ ഷോപ്പിൽ. ഫൈനൽ റേറ്റ് നിങ്ങൾ എന്തെങ്കിലും ഒരു ഓഫർ ചെയ്യണമെന്നോട് പറയുന്നത് നമ്മൾ ഷോപ്പിൽ 6.4 വിൽക്കുന്ന വണ്ടിയാണ്. ഓക്കെ, 590 ഫൈനൽ. അടുത്ത വണ്ടി, അടുത്തത് ഒരു ചെറിയ വണ്ടി ഓട്ടോമാറ്റിക് സെലേറിയോ ആണ്. ഇതെങ്ങനെ ഡീറ്റെയിൽ? ഇത് 2020 ZXi ഓട്ടോമാറ്റിക് വണ്ടിയാണ്. ഏറ്റവും ഫുൾ ഓപ്ഷൻ ഓട്ടോമാറ്റിക് ആണ്. ഗിയർ ബോക്സ് ആണ് വരിക. മൈലേജും എന്താ പറയുക, ടൗണിലൊക്കെ കളിക്കണം എന്ന് ആഗ്രഹമുള്ളവർ, അതേപോലെ ഡ്രൈവിംഗ് പഠിച്ച് അത്ര ലെവലായിട്ടുള്ള ഒന്ന് വണ്ടി ഓടിക്കണം എന്നുള്ള ആഗ്രഹം അല്ലേ, അങ്ങനെയൊക്കെ ഉള്ളവർക്ക് ധൈര്യമായിട്ട് കൊണ്ടുനടക്കാൻ പറ്റിയ വണ്ടിയാണ്. വലിയ മെയിൻ്റനൻസും വരില്ല. അത്യാവശ്യം എന്താ പറയുക 17-18 റേഞ്ച് മൈലേജും കിട്ടാൻ ചാൻസ് ഉണ്ട് ലോങ്ങിലൊക്കെ പോകണമെങ്കിൽ. MT ഗിയർ ബോക്സ് ആണ്. ഓട്ടം 50,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. നീറ്റ് വണ്ടി കേട്ടോ. അതിൻ്റെ സ്റ്റിയറിങ്ങും ഗിയർ നോബും ഇതൊക്കെ നോക്കുമ്പോൾ ഡാഷ്ബോർഡൊക്കെ നോക്കുകയാണെങ്കിൽ വളരെ നീറ്റിലാണ് വണ്ടിയുള്ളത്. ടയേഴ്സ് കുറവാണ് അല്ലേ? ഫ്രണ്ട് നല്ല കട്ടുണ്ട്. ഫ്രണ്ട് കുറച്ച് കുറവുണ്ട്. ഓക്കെ ഓക്കെ. എത്ര ഇപ്പോൾ ചോദ്യം എത്രയുണ്ട്? നമുക്കിതൊരു ഫൈനൽ ഒരു 495 കൊടുക്കാം. 495. ഏതായിരുന്നു മോഡൽ പറഞ്ഞാൽ? 2020 ZXi ഓട്ടോമാറ്റിക് ആണല്ലേ? ഓക്കെ, 495 20 ZXi ഓട്ടോമാറ്റിക് വണ്ടി നിങ്ങൾക്ക് കൊണ്ടുപോകാം. ഫുള്ള് ലോണും കിട്ടും. ഫുൾ ലോൺ കിട്ടും. അടുത്ത വണ്ടി, അടുത്തത് ഒരു ഈക്കോ ആണ്. ഇത് AC ആണോ? 5 സീറ്റർ AC. 5 സീറ്റർ AC ആണ്. എങ്ങനെയാണ് ഡീറ്റെയിൽ? ഇത് 2021 മോഡലാണ്. വെറും 34,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 34,000. നമ്മളിവിടെ ഇപ്പോൾ ഈക്കോക്ക് കുറേ ആൾ കസ്റ്റമർ എൻക്വയറി ചെയ്യുന്നതുകൊണ്ട് അങ്ങനെ ഒരു ഈക്കോ എത്തിച്ചു. ഓക്കെ, എന്തായാലും ഒരു ഈക്കോ ഉണ്ട് 5 സീറ്റർ AC. ഇന്ന് വന്ന വണ്ടി കേട്ടോ, പുതിയ വണ്ടിയാണ്. ഫാമിലി പർപ്പസിന് ഉപയോഗിക്കാം, അല്ലാണ്ട് കൊമേഴ്ഷ്യലിന് AC വരുന്നുണ്ട്. എന്തായാലും വെറും 36,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള 21 5 സീറ്റർ AC. സർവീസ് ഉണ്ടോ? കമ്പനി സർവീസുള്ള വണ്ടിയാണ്. എല്ലാം ക്ലിയർ ആണ്. ഓക്കെ, എത്രയാണ് ചോദ്യം? നമുക്കിതൊരു 440 കൊടുക്കാം. 21 മോഡൽ അല്ല? 21 മോഡൽ 36,000 കിലോമീറ്റർ ഓടി 440 നിങ്ങൾക്ക് കൊണ്ടുപോകാം. സിംഗിൾ ഓണർഷിപ്പ് കിടക്കുന്ന വാഹനമാണ്. കുഴപ്പമില്ലാത്ത റേറ്റിനാണ് എടുക്കുന്ന കസ്റ്റമർ. ഓക്കെ, മൈലേജ് ഒരു 15 ഒക്കെ കിട്ടും. ഇത് ലോങ് 15 ലോങ്ങിൽ കിട്ടും. പിന്നെ CNG ആണെങ്കിൽ കുറച്ചും കൂടെ അടിപൊളി. അടുത്ത വണ്ടിയിലേക്ക്, അടുത്തത് SUV സെഗ്മെന്റ് ആണ്. 7 സീറ്റർ ഫോർച്യൂണർ KL18 വടകര രജിസ്ട്രേഷൻ വാഹനമാണ്. കോഴിക്കോട് ജില്ല. ഇതെങ്ങനെ ഡീറ്റെയിൽ? ഇത് 2014 2 വീൽ ഓട്ടോമാറ്റിക് വണ്ടിയാണ്. ഒറിജിനൽ കേരള. ഫാൻസി നമ്പർ KL18. 97 ഒറിജിനൽ കേരളയാണ്. 2 വീൽ ഓട്ടോമാറ്റിക്. കിലോമീറ്റർ 92,000 അങ്ങനെ ഓടിയിട്ടുള്ളൂ. 92,000 കിലോമീറ്റർ. ക്ലെയിം എന്തെങ്കിലും ഉണ്ടോ? ക്ലെയിമോ കാര്യം? റീപ്ലേസ്മെന്റും ഇല്ല, ക്ലെയിം ഒന്നും ചെയ്തിട്ടില്ല. അത് ഹിസ്റ്ററിയിൽ മാത്രമല്ല ഫിസിക്കലിയും ചെക്ക് ചെയ്താണ്. ഹിസ്റ്ററിയിൽ ഒന്നുമില്ല, രണ്ടുമില്ല. എല്ലാം കമ്പനി വന്ന സ്റ്റൈലാണ്. എല്ലാ 10,000 കറക്റ്റ് സർവീസ് ഉണ്ട്. അതൊക്കെ പിന്നെ പുട്ടിയുടെ കാര്യങ്ങളൊക്കെ ചിലപ്പോൾ അവിടെ ഇവിടെയൊക്കെ ചെയ്തിട്ടുണ്ടോ? അതുണ്ടാവും, അത് നോക്കണ്ട. ഓക്കെ, മേജറായിട്ടുള്ള ക്ലെയിം അവർ ചെക്ക് ചെയ്തിട്ടുണ്ട്, ഒന്നുമില്ല. ഓക്കെ, അപ്പോൾ 2 വീൽ ഓട്ടോമാറ്റിക് ആണ്. എന്താ പറയുക, ഫോർച്യൂണറിൽ അധികം നോക്കുന്നൊരു സെഗ്മെൻ്റാണ് ഓട്ടോമാറ്റിക് തന്നെ അല്ലേ? ഓക്കെ, പിന്നെ കുറേ ഈ മോഡലിന് ഭയങ്കര ഫാൻസ് ഉണ്ട്. വലിയ ഓട്ടോ പോയിട്ടില്ല. അതായത് ഓട്ടോ വളരെ കുറവാണ്. 92 ഓടിയിട്ടുള്ളൂ. ഒരു വർഷം സംബന്ധിച്ച് വലിയ ഓട്ടോ ഇല്ല. ഇതേ വണ്ടി ഞാൻ പല വിലയിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതേ മോഡലിൽ 2 വീൽ ഓട്ടോമാറ്റിക് 14 2 വീൽ ഓട്ടോമാറ്റിക് അതൊക്കെ ആ ക്വാളിറ്റി ആ കണ്ടീഷനിലാണ്. ഇതിൻ്റെ എത്രയാണ് വില ഇപ്പോൾ? ഇത് നമ്മൾ 16 ആസ്കിങ് ആണ്. ചെറിയ എന്തെങ്കിലും നെഗോസിയേറ്റ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ചോദ്യമാണ് ഒറിജിനൽ കേരള വണ്ടി. അപ്പോൾ ലോ കിലോമീറ്റർ വണ്ടി തപ്പുന്നവരുണ്ടെങ്കിൽ എന്തായാലും വന്ന് ചോദിച്ചോ. ലോൺ എത്ര കയറും? നമുക്ക് ലോൺ ഒരു 12-13 ഒക്കെ കൊടുക്കാം. 13 വരെ. അടുത്തത് ഒരു ഓട്ടോമാറ്റിക് സെഗ്മെൻ്റ് ആണ്. ടിയാഗോ സ്റ്റാർട്ടിങ്, അതായത് ഫസ്റ്റ് ഷേപ്പാണ്. ഇതെങ്ങനെ ഡീറ്റെയിൽ? ഇത് 2017 മോഡലാണ്. വെറും 37 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. സിംഗിൾ ഓണർഷിപ്പിലാണ് വാഹനം കിടക്കുന്നത്. വളരെ ലോ കിലോമീറ്റർ ആണ്. പ്രോപ്പർ മെയിൻറ്റൈൻഡ്. അതെ, നല്ല സർവീസും കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടിയാണ്. ഫിസിക്കലി വണ്ടി ചെക്ക് ചെയ്താണ്. റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ഓക്കെ, ഫിസിക്കൽ ചെക്ക് ചെയ്തതാണ്. ഓക്കെ, ഏതാ ഓപ്ഷൻ? ഇത് XTA ഓട്ടോമാറ്റിക്, അതായത് ഫുൾ ഓപ്ഷൻ്റെ തൊട്ട് താഴെ. അലോയ്സ് ഉണ്ടാവില്ല, ബാക്ക് വൈപ്പർ ഉണ്ടാവില്ല, ഡിഫോഗർ ഉണ്ടാവില്ല. ബാക്കി ഓൾമോസ്റ്റ് ഫീച്ചേഴ്സ് എല്ലാം വരുന്ന വണ്ടി തന്നെയാണ്. പിന്നെ മൈലേജ് ഓട്ടോമാറ്റിക് ആയതുകൊണ്ട് MT ആണ്, വലിയ കുറവില്ല. ഒരു 13-16 റേഞ്ച് കിട്ടും. ഓക്കെ, എത്രയുണ്ട് ചോദ്യം? നമുക്കിതൊരു 370 കൊടുക്കാം. അത് ഇൻഷുറൻസ് എടുത്ത് കൊടുക്കാം കേട്ടോ. ഇൻഷുറൻസ് എടുത്തിട്ടില്ല. 3,70,000 രൂപയ്ക്ക് ഓട്ടോമാറ്റിക് ടിയാഗോ ആണ്. XTA ടോപ്പിൻ്റെ തൊട്ട് താഴെ വരുന്ന ഓട്ടോമാറ്റിക് ലോ കിലോമീറ്റർ 2017 മോഡൽ ടിയാഗോ. ഫുൾ ലോൺ കിട്ടുമോ? ലോൺ നമുക്കൊരു 3.5 വരെ കിട്ടും. അടുത്ത എന്താ കൂടുതൽ പേരും ആഗ്രഹിക്കുന്ന ഒരു സെഗ്മെന്റ് തന്നെയാണ് അൾട്ടോ K10. നമ്മൾ നേരത്തെ സെലേറിയോ ഓട്ടോമാറ്റിക് ആയിട്ടിരുന്നു. സെയിം 1 ലിറ്റർ എഞ്ചിൻ വരുന്ന വാഹനമാണ് അല്ലേ? ഓട്ടോമാറ്റിക് തന്നെയാണ്. VXi ഫുൾ ഓപ്ഷൻ വണ്ടി അല്ലേ? അതെ. എങ്ങനെ ഡീറ്റെയിൽ? ഇത് 2018 വണ്ടിയാണ്. 33,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. വലിയ ഓട്ടോ അല്ല.
ലോ കിലോമീറ്റർ. കമ്പനി ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. സിംഗിൾ ഓണർഷിപ്പിലാണ് വണ്ടി വരുന്നത്. ഫുൾ ഓപ്ഷൻ ഓട്ടോമാറ്റിക് ആണ്. ഒരു 16-19 റേഞ്ച് മൈലേജ് ഉണ്ടാവും അല്ലേ? ഓക്കെ. ക്ലെയിമും കാര്യമൊന്നുമില്ലല്ലോ? ഒരു ഡോർ മാത്രം റീപ്ലേസ് ഉണ്ട്. ഏത് ഡോറാ? ബാക്ക് ഡോറാണ്. റൈറ്റ് സൈഡ് ബാക്ക്. ഈ ഭാഗം അല്ല? റൈറ്റ് സൈഡ് ഡോർ മാത്രം മാറിയിട്ടുണ്ട്. ഗ്ലാസ് മാറിയിട്ടില്ലല്ലോ? ഇല്ല ഡോർ മാത്രം. ഓക്കെ. എത്രയാ ഇപ്പോൾ ചോദ്യം നിങ്ങളുടെ? നമുക്ക് ഫൈനൽ പറഞ്ഞു. ഫൈനല് ഒരു 3:30 ഫൈനൽ കൊടുക്കാം. 3,30,000 രൂപയ്ക്ക് 2018 39,000 കിലോമീറ്റർ ഓടിയ VXI ഫുൾ ഓപ്ഷൻ ഓട്ടോമാറ്റിക് ഈ ഒരു കേട്ടൻ നിങ്ങൾക്ക് കൊണ്ടുപോകാം. സാലറി കേട്ടനും ഷേപ്പ് വൈസ് ലുക്ക് വൈസുള്ള മാറ്റമാണ് കാര്യമായിട്ടുള്ളത്. ബാക്കി ഓടിക്കുന്ന നല്ല സുഖം ഓരോ അല്ലേ? ചെറിയൊരു ഡ്രൈവിംഗ് പുതിയ തുടങ്ങുന്നതായിരിക്കും ലേഡീസിനൊക്കെ ചെറിയൊരു വണ്ടിയായി തീർച്ചയായിട്ടും. ആ റൈറ്റിന്. ഓക്കെ. ലോണ് നമുക്ക് ഇൻഷുറൻസ് എടുത്ത് കൊടുക്കാം. ഇൻഷുറൻസ് എടുത്ത് കൊടുക്കാം. ഓക്കെ. ലോണ് എത്ര കിട്ടും? ലോണ് ഫുള്ളും കിട്ടും. എറ്റിയോസ് ലിവ സ്വർണ്ണ മാർക്കറ്റിനെ പിടിച്ചു നിർത്തുന്നവനെ നിർത്താൻ പറ്റാത്തൊരു സാധനമാണ് അല്ലേ ലിവ? KL 59 കണ്ണൂർ തളിപ്പറമ്പ് രജിസ്ട്രേഷൻ ആണ്. ഡ്യുവൽ ടോൺ വണ്ടി. ഏതാ ഫുൾ ഓപ്ഷൻ? ഇത് വി ഓപ്ഷൻ. വി ആണ്. ഇതിന്റെ മേലെ VX ഉണ്ടാവും. പക്ഷേ ഇതിൽ അലോയ്സും കാര്യങ്ങളെല്ലാം വരും. എല്ലാം ഉണ്ട്. ഓക്കെ. ഏതാ മോഡല്? ഇത് 2019 കേരള വണ്ടിയാണ്. കേരള വണ്ടി. ഓക്കെ. 19 മോഡൽ. 2018. ഓക്കെ. 18. ഓട്ടോ എത്ര പോയി? ഓട്ടം 58,000. സിംഗിൾ ഓണർഷിപ്പിലുള്ളത്. ബാക്കിയെല്ലാം ക്ലിയർ. കമ്പനി സർവീസൊക്കെ ഉള്ള വണ്ടിയാണ്. സർവീസ് എല്ലാം ഉണ്ട് അല്ലേ? ഓക്കെ. എത്രയാ ചോദ്യം? നമ്മളിതിപ്പോൾ ഒരു 5-15 ഒരു റേറ്റ്. അല്ല, ഒന്ന് ഫൈനലാക്കി പറഞ്ഞു. മൊത്തത്തിൽ ഒന്നും കൂടി പറഞ്ഞു. അങ്ങനെ ഫൈനൽ കസ്റ്റമർ പിന്നെ ഇല്ല, ഫൈനലി കസ്റ്റമർ കൊടുക്കാം. 4,90 കൊടുക്കാം. 4,90,000 രൂപയ്ക്ക് 2018 മോഡൽ ഈ ഒരു ലിവ നിങ്ങൾക്ക് കൊണ്ടുപോകും. വി ഓപ്ഷനാണ്. ടോപ്പിൻ്റെ തൊട്ട് താഴെ വരുന്ന ഒറിജിനൽ കേരള വണ്ടി. പെട്രോൾ വണ്ടിയാണ്. ഒരു 12-15 റേഞ്ച് വരെ നല്ല നീറ്റ് വണ്ടി കേട്ടോ. ബോഡിയൊക്കെ നല്ല നീറ്റ്. സർവീസും കാര്യങ്ങളൊക്കെ പോയ വണ്ടി. അടുത്ത വണ്ടിയിലേക്ക് ഇന്നോവ ക്രിസ്റ്റ എത്തി. KL 59 തളിപ്പറമ്പ് രജിസ്ട്രേഷനാണ്. ഒറിജിനൽ കേരള ക്രിസ്റ്റ. ഇതെങ്ങനെ ഡീറ്റെയിൽ? ഇത് 2017 മോഡലാണ്. ടൂറിംഗ് സ്പോട്ടാണ് അല്ലേ? മാനുവലാണ്. ഓക്കെ. ഇതിന് പൊതുവെ എങ്ങനെ മൈലേജ്? ക്രിസ്റ്റയ്ക്ക് എന്തായാലും 11 അങ്ങനെയൊക്കെ 11-12 തന്നെ. അത്ര മാക്സിമം. ഓക്കെ. മാനുവൽ ടൂറിംഗ് സ്പോട്ടാണ്. ടൂറിംഗ് സ്പോട്ട് തപ്പി നടക്കുന്നവരുണ്ട്. നോക്കിയിട്ട് വിളിക്കാം അല്ലേ? 90,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. വലിയ ഓട്ടം പോയിട്ടില്ല. ഇല്ല, ഓട്ടം കുറവാണ്. 17 മോഡൽ. അതെ. ഓക്കെ. സെക്കൻഡ് ഓണർഷിപ്പായി. ക്ലെയിം എന്തെങ്കിലും? ക്ലെയിം ഒന്നും എടുത്തില്ല. എല്ലാം ക്ലിയർ ആണ്. ഓക്കെ. എല്ലാം ഫിസിക്കലി ഓക്കെ ആണ് അല്ലേ? ഫിസിക്കലി നോക്കിയതാണ്. നമുക്ക് അറിയുന്ന പരിചയമുള്ള വണ്ടിയാണ്. ഓക്കെ. ടയർ ഭാഗം വലിയ കുഴപ്പമില്ലാത്തതുണ്ട്. എല്ലാം ഉണ്ട്. എത്രയിൻ്റെ ചോദ്യം? ഇത് നമുക്കൊരു 18-60 18.5 ആ റേഞ്ച് കൊടുക്കാം. ടൂറിംഗ് സ്പോട്ട് 2017 വണ്ടി. നമ്മൾ കസ്റ്റമർ വരാണെങ്കിൽ ചെറിയൊന്ന് ചെയ്ത് കൊടുക്കാം. 18-60 ചോദ്യം. അപ്പോൾ താല്പര്യം ഉണ്ടെങ്കിൽ എന്തായാലും വിളിച്ചോ. ലോൺ ഒരു 17 ലക്ഷം വരെ കിട്ടുമോ? അത്രയില്ല, ഒരു 15 തന്നെ കിട്ടും. 15 വരെ കിട്ടാൻ ചാൻസ് ഉണ്ട്. ഓക്കെ. ഇതിനപ്പുറത്ത് ഇന്നോവളൊക്കെ ഉണ്ട്. ചെറുവണ്ടിയിലേക്ക് പോകാം അല്ലേ? ഹോണ്ട അമേസ് ആണ് അടുത്ത വാഹനം. ഇപ്പം ഇറങ്ങുന്നതിൻ്റെ തൊട്ട് മുന്നത്തെ ഷേപ്പാണ് അല്ലേ? KL 60 കാഞ്ഞങ്ങാട് രജിസ്ട്രേഷൻ. ഇതെങ്ങനെ ഡീറ്റെയിൽ? ഇത് 2022 മോഡൽ വണ്ടിയാണ്. ഓക്കെ. ഏത് ഓപ്ഷൻ? ഇത് SMT. മിഡിൽ ഓപ്ഷൻ. മാനുവൽ വാഹനമാണ്. സ്റ്റിയറിംഗ് കൺട്രോൾസ്, മിറർ അഡ്ജസ്റ്റ്മെന്റ്, ഇത്രയും ഫീച്ചേഴ്സ് ഒക്കെ വരുന്നുണ്ട് അല്ലേ? ഓക്കെ. ബാക്കി ബേസിക് വണ്ടല്ലോ ഉണ്ടാവും. നല്ല മൈലേജ് ഉണ്ടാവും വണ്ടിക്ക്. 10-23 കിലോമീറ്റർ മൈലേജ് ഉണ്ടാവും. പെട്രോളല്ലേ? ഡീസൽ വണ്ടിയാ? ഡീസലാ? ഓക്കെ. 22 മോഡൽ. 22 മോഡൽ ഡീസലാണ്. അപ്പോൾ നല്ല മൈലേജ് 20ന്റെ മേലെ ഉറപ്പിക്കാം. കസ്റ്റമർക്ക് 23 കിട്ടുന്നു. ഓക്കെ. അത്രയും മൈലേജ് കിട്ടുന്ന വണ്ടിയാണ്. അപ്പോൾ ഓട്ടോ എത്ര പോയി? 78 ഓടിയിട്ടുണ്ട്. ഇതിനെന്തായാലും മൈലേജുള്ള വണ്ടിയാണ്. മൈലേജുള്ളതുകൊണ്ട് തന്നെയാണ്. പിന്നെ ഹോണ്ടയുടെ പെട്രോൾ എഞ്ചിനായാലും ഡീസൽ എഞ്ചിനായാലും വലിയൊരു പണി വന്നതായിട്ട് ഇതുവരെ കേട്ടിട്ടില്ല. നല്ല എഞ്ചിനാണ്. കറക്റ്റ് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുകൊടുത്താൽ ടൊയോട്ട ഹോണ്ട ഒക്കെ അങ്ങനെ ഓടിക്കോളും. ഞാൻ ഉപയോഗിക്കുന്ന വണ്ടി അമേസ്. എൻ്റെ അമേസ് ഉണ്ട്. ഡീസൽ തന്നെയാണ്? ഡീസൽ ഓട്ടോമാറ്റിക്കാണ്. അപ്പോൾ ഇത് മാനുവൽ SMT ആണ് മിഡിൽ ഓപ്ഷൻ. എത്ര ഇതിൻ്റെ ചോദ്യം ഇപ്പോൾ? ഇത് നമുക്കിപ്പോൾ ഒരു 7,90 കൊടുക്കാം. 7,90. എന്താ മാറ്റാട്ടോ അതോ ചെറിയ വ്യത്യാസമാക്കി എത്തിക്കാൻ? ഓക്കെ. 7,90,000 ചോദ്യമാണ്. 2022 മോഡൽ SMT ഡീസൽ അമേസ് നിങ്ങൾക്ക് കമ്പനി ഇറങ്ങുന്നില്ല ഡീസൽ വണ്ടി. അതെ, ഇപ്പം ഇറങ്ങുന്നില്ല. അത് മാത്രമല്ല ഈ ഷേപ്പ് എന്ന് വെച്ചാൽ കുറച്ചും കൂടി ആൾക്കാർ ഇഷ്ടപ്പെടുന്ന ടൈപ്പാണ്. പിന്നെ മുന്നത്തെ ഇപ്പോഴത്തെ വെച്ച് നോക്കുമ്പോൾ കുറച്ചുകൂടി ബെറ്റർ ഇത് ലുക്ക് തോന്നുന്ന ഷേപ്പാണ്. ഓക്കെ. അപ്പോൾ അടുത്ത വണ്ടിയിലേക്കോ. നമ്മുടെ ഇന്നത്തെ അവസാനത്തെ വാഹനം നിസാൻ ടെറാനോ ആണ്. KL 14 രജിസ്ട്രേഷൻ. ഏതാ മോഡൽ ഇത്? ഇത് 2014 മോഡലാണ്. സിംഗിൾ ഓണർഷിപ്പിലുള്ളത്. ഓക്കെ. ഓട്ടം എത്ര പോയി? ഓട്ടം 85 ഓടി. 85 ആണോ അതോ 110 ആണോ? 85 85 85,000 തന്നെ ഓടിയ വണ്ടി. 2014 മോഡൽ. മൈലേജ് ഉണ്ടാവും 18-20 മൈലേജ്. നല്ല മൈലേജ് ഉണ്ടാവും. നല്ല വണ്ടിയാണ്. പിന്നെ എന്താ വെച്ചാൽ വലിയ മെയിൻ്റനൻസ് വരില്ല 110 കമ്പയർ ചെയ്യുകയാണെങ്കിൽ.
അടിപൊളിയായിട്ട് കൊണ്ടു നടക്കാൻ പറ്റും. നല്ല ടയർ ഭാഗം ഉണ്ട് അല്ലേ? എന്നാലും എല്ലാം ഉണ്ട്. ക്ലെയിം എന്തെങ്കിലും ഉണ്ടോ? ക്ലെയിം ഒന്നും എടുത്തില്ല. 2014 എന്ന് പറയുമ്പോൾ ആ വർഷം വെച്ച് നോക്കുമ്പോൾ വളരെ ലോ കിലോമീറ്റർ ഓടിയിട്ടുള്ള നല്ല നീറ്റ് ഉണ്ട് വണ്ടി, സൂപ്പർ വണ്ടി കാണുമ്പോൾ ഉണ്ട് അല്ലേ? മൊത്തത്തിൽ നല്ല ചെക്ക് ചെയ്യും, നല്ല വണ്ടിയാണ്, ഓട്ടാനും നല്ല സുഖമുണ്ട്. നല്ല സുഖമുണ്ട്. ഓക്കെ, അപ്പോൾ ഒരു ടെറാനോ 85 നോക്കുന്നുണ്ടെങ്കിൽ നല്ല വൃത്തിയുള്ളൊരു വണ്ടി. എത്ര ഇതിന് ചോദിക്കുന്നത് ഇപ്പോൾ? നമുക്ക് 4,30 വരും. 4,30,000. ഓക്കെ, ഇതിലും കുറഞ്ഞ വിലക്ക് ഈ സാധനം കിട്ടും. പക്ഷെ 1 lakhന്റെ മേലെ ഓടിയിട്ടുണ്ടാവും, അതിൻ്റെതായ പ്രശ്നങ്ങൾ. ക്വാളിറ്റി വ്യത്യാസം, നല്ല ക്വാളിറ്റി വണ്ടി, നല്ല ബോഡി ക്വാളിറ്റി. ഇതിൽ കുറഞ്ഞ വിലക്ക് കിട്ടും, അതാണ് പറഞ്ഞത്. ആ വിലക്കും വേണമെങ്കിൽ എടുക്കാം, അത്രേ ഉള്ളൂ. ഓക്കെ, ഓരോരുത്തരുടെ ക്വാളിറ്റി ചോയ്സ് ഡിപ്പെൻസ് ചെയ്തിട്ടുണ്ട്. അത്രയും. ലോൺ എത്ര കയറും? ഒരു 3.5 കയറുമോ? 2014 3.5 ലോൺ കയറുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും നിർത്താം അല്ലേ? ഇനി കുറെ വണ്ടിയുണ്ട്, രാത്രി ആയി പോയി സമയമില്ല മൊത്തത്തിൽ. ഓക്കെ, തൽക്കാലം നമ്മൾ അടുത്ത പ്രാവശ്യം കാണിക്കാം ഓരോ വണ്ടികൾ എല്ലാം കാണിച്ചു തരാം. കൂടുതൽ സ്റ്റോക്ക് വന്നിട്ട് നമ്മൾ കാണിച്ചു തരാം. അപ്പോൾ ഇത് കണ്ണൂർ തളിപ്പറമ്പ് എവിടെയാ? മന്നോ? എവിടെ? മന്നയിലാണ് കണ്ണൂർ തളിപ്പറമ്പ്. ടൗണിൽ നിന്ന് കുറച്ചേ ഉള്ളൂ അല്ലേ? ഏകദേശം. ഓക്കെ, അപ്പോൾ കോൺടാക്ട് നമ്പർ വീഡിയോ ടോപ്പ് കോർണറിലും ഡിസ്ക്രിപ്ഷനിലും കൊടുക്കുന്നുണ്ട്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോളൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസിൽ രേഖപ്പെടുത്തണം. ഇല്ലെങ്കിൽ എന്തെങ്കിലും രേഖപ്പെടുത്തി വിടും. അതെ, നിങ്ങളുടെ പേരോ സ്ഥലപ്പേരോ എവിടെ നിന്നാണ് കാണുന്നത് എന്തൊക്കെ രേഖപ്പെടുത്തുക. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും നന്ദി. താങ്ക് യു ബ്രോ. അടുത്തൊരു വീഡിയോ കാണാം.